ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ അതിൻ്റെ ഓയിൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് കയറ്റിയാണ് കേട്ടോ. നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞ്, അതായത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഓയിൽ കുറഞ്ഞു പോയി പിസ്റ്റം പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഒട്ടുമിക്ക സമയങ്ങളിലും വണ്ടി വരാറ്. അപ്പോൾ ആ രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന സമയത്തൊക്കെയാലും വണ്ടി സ്റ്റാർട്ടാവാനായിട്ട് വലിയ ബുദ്ധിമുട്ട്, അതായത് കംപ്രഷനൊക്കെ ലീക്കായി പോയിട്ട് വണ്ടി സ്റ്റാർട്ടായി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നിലവിൽ എഞ്ചിൻ ഹെഡിനകത്തൊക്കെ ഇതാണ് അവസ്ഥ. വാൽവൊക്കെ നല്ല രീതിയിൽ ഓപ്പണായി പോയി, കാർബൺ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ശരി വാൽവ് ക്ലിയറായിട്ട് അടയാത്തൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് കംപ്രഷൻ ലീക്കേജ് വന്നതിൻ്റെ കേസ്. ഇനി സിലിണ്ടർ പിസ്റ്റൺ തേയ്മാനമാണ്. സിലിണ്ടർ പിസ്റ്റൻ്റെ കംപ്ലൈൻ്റ് ആണ് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന പ്രോബ്ലം കേട്ടോ. അപ്പം നിലവിൽ നമുക്ക് മാറ്റേണ്ടി വരുന്നത് സിലിണ്ടർ പിസ്റ്റണാണ്. പിന്നെ കൂട്ടത്തിക്കടെ ഈ 2 വാൽവ് മാറ്റി കളയണം, വാൽവിൻ്റെ ഗൈഡ് മാറ്റി പ്ലഗ് മാറ്റിയൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യണം. പിന്നെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നത് ബെയറിങ്ങുകളാണ്. അപ്പോൾ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ബെയറിങ്ങിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ബെയറിങ് മാറ്റുമ്പോൾ 2 സൈഡിലും ബെയറിങ് വരുന്നുണ്ട്. ആ 2 ബെയറിങ്ങും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഹെഡ് കാര്യങ്ങൾ ഇതേപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ടൊന്ന് സീറ്റിങ്ങൊക്കെ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. ശരിക്കും നല്ല രീതിയിൽ കരി കയറി ആകെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അത് ലേസി കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കുക. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. അതേപോലെ 2 വാൽവും വാൽവ് ഗൈഡും മാറ്റി വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. കൂട്ടത്തിയുടെ സിലിണ്ടർ ഗേറ്റും മാറ്റണം. അപ്പോഴാണ് പുകയുടെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. പിന്നെ അതിനകത്ത് നിലവിൽ ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ വന്ന മെയിൻ വേറൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ പിസ്റ്റണൊക്കെ സെറ്റ് ചെയ്യണത് ഈ കണക്ടർ റോഡുമാണ്. അത് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു പാർട്ടാണ്. ക്രാങ്ക് ഷാഫ്റ്റാണ് ഇരിക്കുന്നത് കേട്ടോ. ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടർ റോഡുമ്പോൾ നോക്കിയറിയാം, ഇത് ഇത്ര പ്ലേ നിലവിൽ ഇപ്പോൾ കണക്ടർ റോഡിന് കാണിക്കുന്നുണ്ട്. ഇത്രയും പ്ലേ കണക്ടർ റോഡിനുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത് ക്ലിയർ ആകാതെ കൊണ്ട്, അതായത് ആ ക്രാങ്ക് ഒന്നോളം മാറ്റണം, അതല്ലെങ്കിൽ ലെയ്ത്തിൽ കൊടുത്താൽ നമുക്ക് ആ കംപ്ലൈൻ്റുള്ള പാർട്സ് മാറ്റി റീസെറ്റാക്കി എടുക്കണം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും പിന്നീട് റിപ്പീറ്റ് ഈ ഒരു പാർട്സ് ഇതിപ്പോൾ നമുക്ക് നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പുറമേ നിന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ചില കേസിൽ കംപ്ലയിൻറ്റ് വരാറില്ല, പക്ഷേ ഒട്ടുമിക്ക കേസിലും ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ അത് കംപ്ലയിൻറ്റ്സ് കാണിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ പ്രോബ്ലം ഉണ്ടാവില്ല. ചിലപ്പോൾ കുറേ ഓടി കഴിഞ്ഞിട്ടായിരിക്കും ആ കംപ്ലയിൻറ്റ് വരും. അതൊരു ചെറിയൊരു മുഴക്ക സൗണ്ടോടുകൂടി വരും, ആ ബെയറിങ് കംപ്ലയിൻറ്റ് വരും. ആ ബെയറിങ് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഷാഫ്റ്റിന് ഇതുമേ പിസ്റ്റൺ പിടിപ്പിക്കുക, ഈ ഷാഫ്റ്റിന് ഓവർ ലാപ്പിംഗ് വരും, കയറി ഇറങ്ങി ഷെയ്ക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടുമ്പോൾ സെറ്റ് ചെയ്യണം ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ വീണ്ടും ഡാമേജിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും സേഫ്, അതായത് ഇപ്പോഴത്തെ പ്രോബ്ലം സിലിണ്ടർ മാത്രമാണെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റും കൂടി മാറ്റി റീസെറ്റ് ചെയ്യണതാണ്. അതിനകത്ത് 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ഏകദേശം ഒരു 4000-4500 നമുക്ക് വിലയുണ്ട്. ഈ 2 ഷാഫ്റ്റ് അതൊരു മെയിൻ യൂണിറ്റാണ്. അത് ഇവിടെ തുടങ്ങി അവിടെ വരെ വരുന്നൊരു യൂണിറ്റാണ്, ഒരു ഷാഫ്റ്റ് യൂണിറ്റാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 4000-4500 ഇടയിലാണ് അതിൻ്റെ റേറ്റ് വരിക, ഈ ഇരിക്കുന്ന ഐറ്റത്തിൻ്റെ. അത് പിന്നെ നമുക്ക് ചിലവ് ചുരുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം ക്രാങ്ക് ഷാഫ്റ്റ് കൊടുത്തിട്ട് ആ കംപ്ലയിൻറ്റ്സ് ഉള്ള പാർട്സ് മാത്രം ലേത്തിൽ നിന്ന് നമുക്ക് മാറ്റി മേടിക്കാനായിട്ട് പറ്റും. അതും വാറണ്ടിയിൽ ചെയ്ത് കിട്ടും. അത് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2100 രൂപയ്ക്കാണ് നമുക്ക് അതിന് ഈ ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്തിടുന്നതിന് വരുള്ളൂ. ബാക്കിയത്തെ ചിലവൊക്കെ സെയിം തന്നെയാണ്. അതായത് സിലിണ്ടർ പിസ്റ്റൺ മാറ്റി പുതിയതിടണം, ഹെഡിനകത്ത് വരുന്ന മെയിൻ്റനൻസും ഒക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതുമ്പോൾ ഏകദേശം ഒരു 2000 സംതിങ് നമുക്ക് അതിനകത്ത് ലെയ്ത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2100 രൂപയ്ക്കൊക്കെ അത് ചെയ്ത് കിട്ടും. സാധാരണ ആ രീതിയിലാണ് ചെയ്ത് കിട്ടാറ്. 2 സൈഡിലത്തെ ബെയറിങ്, കണക്ടർ റോഡ്, അതിൻ്റെ ഉള്ളിൽ വന്ന നീഡിൽ ബെയറിങ് പിന്നൊക്കെ മാറ്റിയിട്ട് ഓൾറെഡി വാറണ്ടിയിൽ അവർ ചെയ്ത് തരും. ഇനി അതല്ലെങ്കിൽ ഐറ്റം നമുക്ക് ഇതേപോലെ തന്നെ പാർട്സ് കമ്പനിയായിട്ട് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് വേണമെങ്കിൽ അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം. അപ്പോൾ നമുക്കിപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ മാറ്റി ജെന്യുവൻ പാർട്സും മേടിച്ച് മാറ്റി റീസെറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ ഞാൻ പറയാം. ഇനി അതിനകത്ത് നമുക്ക് പരമാവധി നമുക്ക് ആ വന്ന എസ്റ്റിമേറ്റിൽ നിന്ന് ഒരു ഏകദേശം ഒരു 10,000-2000 രൂപ കുറയ്ക്കാനായിട്ട് പറ്റും ഈ പറഞ്ഞാൽ ലെയ്ത്ത് വർക്ക് ചെയ്താൽ. പക്ഷേ എപ്പോഴും നമ്മൾ പറയുമ്പോൾ കമ്പനി പാർട്സ് മേടിച്ച് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പറയുള്ളൂ. ഏകദേശം ഒരു 10,000-2000 രൂപയുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേപാട് സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ അങ്ങനെ സജഷൻ പറയാറില്ല. പക്ഷേ ആ രീതിയിലും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പോൾ അത് അങ്ങനെ ഒരു മെത്തേഡും കൂടി ഉണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തിക്കടെ നമുക്ക് എഞ്ചിൻ്റെ ആ ഭാഗം ചെയ്യുമ്പോൾ ക്ലച്ചും കൂടി ചെയ്യുന്നുണ്ട്. ക്ലച്ചും കൂടി നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഇതുമ്പോൾ യൂസ് ചെയ്തേക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റൊന്നുമല്ല, ഇത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. ഇപ്പം നിലവിൽ പൊട്ടലൊന്നുമില്ല. പക്ഷേ ഈ ബെൽറ്റ് ഈ കമ്പനി ആയിട്ടല്ലാതെ കിടക്കുമ്പോൾ ഈ വന്ന ബെൽറ്റൊക്കെ
എപ്പോൾ പൊട്ടും എന്നുള്ള കേസൊന്നും നമുക്കൊരു മുൻകൂട്ടി ഒന്നും പറയാനൊന്നും പറ്റില്ല. പക്ഷേ കമ്പനി ഐറ്റത്തിൻ്റെ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കത് ഇവിടെ ഒരു ചെറിയ ചിഹ്നൽ പോലെ വരും. അതിപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് അങ്ങനെ വന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ അങ്ങനെയായിരിക്കില്ല. പൊട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് വണ്ടി വഴി പെട്ടുപോകുന്നൊരു സിറ്റുവേഷനാണ് സാധാരണ രീതിയിൽ വരാറ്. പിന്നെ അതേപോലെ ക്ലച്ചിനകത്ത് വരുന്ന വേറൊരു കംപ്ലയിൻറ്റ്, ഈ ഇരിക്കുന്ന അലുമിനിയം ബോഡി ഉണ്ടല്ലോ, അതിൻ്റെ ഈ ബോസ് ഡ്രൈവും അതും തമ്മിൽ ഒരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. എത്ര ഷെയ്ക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിലവിൽ ഇപ്പോൾ മാറ്റണമെന്നില്ല, നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഇപ്പോൾ ബെൽറ്റ് ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ. ക്ലച്ചിനകത്തേക്ക് വരും, അതായത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ വീലും ഈ ബോസ് ഡ്രൈവും തമ്മിൽ പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ മാറ്റി ചെയ്യലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്കിത് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ എൻജിൻ വർക്ക് ചെയ്തതാണല്ലോ, പിന്നെ ആ സാധനം കംപ്ലയിൻറ്റ് വന്നു എന്ന് പറയുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് നമ്മൾ മുൻകൂട്ടി പറയണത്. ഒന്നോലെ നമുക്ക് കൂട്ടത്തിക്കടെ ഇപ്പോൾ നമുക്കത് മാറ്റി കളയാം. ഇത് നമുക്ക് ഇടയ്ക്ക് ക്ലച്ച് സൈഡിൽ ഇടയ്ക്ക് വീലുകൾ ഡാമേജ് വന്ന് മാറ്റേണ്ടി വന്ന പാർട്സാണ്, സ്വാഭാവികമായിട്ടും മാറ്റേണ്ടി വന്ന പാർട്സാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നോലെ കൂട്ടത്തിക്കടെ മാറ്റി വിടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന സർവീസുകളിൽ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ചെയ്താലും മതി. പിന്നെ അതിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ബാക്കിലത്തെ വീലിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയും ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. ഈ സൈഡിൽ ഈ സൈഡിൽ വരുന്ന ഗിയർ ബോക്സിനകത്ത് വരുന്ന ഓയിൽ സീൽ ലീക്കായി തുടങ്ങിയേക്കണതാണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ കൂട്ടത്തിലൂടെ നമുക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്ക് അഴിക്കേണ്ടി വരുമ്പോൾ വെച്ചാൽ ഗിയർ ബോക്സ് സെക്ഷൻ വേറെ ആയിട്ടാണ് അഴിക്കേണ്ടി വരാം. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസും കൂടി ഒന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ അഡീഷണൽ പറയാം. ഇതിൻ്റെ സ്കൂട്ടർ മോഡലിൻ്റെ എഞ്ചിൻ്റെ മൂന്ന് വിഭാഗമായിട്ടാണ് വരിക. അതായത് ഇവിടെ ഫയറിങ് നടക്കുന്ന ഈ ഭാഗത്താണ്, അതായത് സിലിണ്ടർ പിസ്റ്റൺ ഹെഡിൻ്റെ ഭാഗത്ത് ഫയറിങ് നടക്കുക. ഈ ഷാഫ്റ്റ് മേന്ന് പവർ അതിനകത്തേക്ക് വന്ന് CVT ക്ലച്ചിനകത്ത് വർക്ക് ചെയ്ത് ഗിയർ ബോക്സിലേക്ക് പോകുക. അപ്പോൾ ക്ലച്ച് സൈഡ് വേറെയാണ്, ഗിയർ ബോക്സ് സൈഡ് വേറെയാണ്, എഞ്ചിൻ്റെ ഫയറിങ് സെക്ഷൻ വേറെയാണ്. അങ്ങനെ 3 വിഭാഗമായിട്ടാണ് വരിക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എഞ്ചിൻ വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ എഞ്ചിന്മേ മൊത്തത്തിൽ തന്നെ വർക്ക് വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സെപ്പറേറ്റ് വർക്കുകളാണ്. ഇതിപ്പോൾ സിലിണ്ടർ ഹെഡ് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ വരുമ്പോൾ അത് വേറെ സെക്ഷനാണ്. ക്ലച്ച് സൈഡ് പിന്നെ നമുക്ക് നോർമലി നമ്മൾ ഓരോ സർവീസിലും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഗ്രീസിങ് ഒക്കെ നടത്തേണ്ട പാർട്സാണ്. അത് നോർമൽ സർവീസിൽ നമ്മൾ ചെയ്തു പോകുന്ന ഭാഗമാണ്. അത് ഈ സൈഡ് സെക്ഷൻ വേറെയാണ്. ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ബാക്ക് വീല്, നമുക്ക് ഇതിമേക്കടെ ബെൽറ്റ് വഴി പവറിനകത്തേക്ക് വരുന്ന വീല് കറക്കുന്ന സെക്ഷൻ വേറെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഈ 2 ഭാഗത്തും മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തും വന്നിട്ടുണ്ട്, ഗിയർ ബോക്സ് ഭാഗത്തും ഓയിൽ ലീക്കേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടുത്തെ ഭാഗത്തെ കേസാണ് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം. ഏകദേശം ഒരു 1000-1100 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ചിലവ് വരാം. മൊത്തത്തിൽ എല്ലാം അടക്കട്ടോ, ലേബർ ചാർജ് അടക്കം വരുമ്പോൾ ആ എമൗണ്ടാണ് വരാം. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ അതുകൂടിയും പറയാം. നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ അത് ക്ലിയർ ചെയ്ത് വിടാം. പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോൾ ഈ വീലാണ് ഡാമേജ്, അത് മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയണം. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ വീല്, ബോസ് ഡ്രൈവ്, ബെൽറ്റ് അതൊന്നും നിലവിൽ നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. ഗിയർ ബോക്സിൻ്റെ ഭാഗവും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് പറയാം. ഗിയർ ബോക്സിൻ്റെ പിന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഒരു 1000-1100 രൂപയാണ് നമുക്ക് സാധാരണ വരാറ് ഗിയർ ബോക്സിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 600 സംതിങ് അങ്ങനെയാണ് ആ വീലിൻ്റെ റേറ്റ് വരാം. അപ്പോൾ നോക്കിയിട്ട് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ കാർബറേറ്ററൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അതേപോലെ എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരും. എഞ്ചിൻ ഓയിൽ നമുക്ക് പിന്നെ അത് ഇടയ്ക്ക് നമ്മൾ വന്ന് മാറ്റിയേക്കണമാണ്. പക്ഷേ അത് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഭാഗം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ പുതിയ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് വരാം. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പറയാം. അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, ഹെഡ്, വാൽവ് തുടങ്ങിയിട്ട് ആ വരുന്ന ഭാഗത്തെ ഒരു എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ. ക്ലച്ച് സൈഡ് ഉൾപ്പെടുത്തുന്നില്ല, ഗിയർ ബോക്സ് ഉൾപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തു പോവാം. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ.